വെൽക്കം ടു മൈ ചാനൽ. യൂട്യൂബിലും ടിക്ടോക്കിലുമൊക്കെ ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കോഫിയാണ് ഡാൽഗോന കോഫി. ഇതൊരു കൊറിയൻ കോഫിയാണ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഈ ഒരു ഡാൽഗോന കോഫിയുടെ റെസിപ്പിയുമായിട്ടാണ്. ഇത് ക്യാപ്പുച്ചിനോ ഉണ്ടാക്കുന്നത് പോലെ തന്നെയാണ്, എന്നാൽ കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനൊരു ബൗളിലേക്ക് 2 സ്പൂൺ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ് എടുക്കുന്നത്. ഞാനിപ്പോൾ ബ്രൂവിൻ്റെ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് നെസ്കഫേയുടെ ആണെങ്കിലും എടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് 3 സ്പൂൺ ഷുഗറാണ് ഇട്ട് കൊടുക്കുന്നത്. പൊടിക്കാത്ത പഞ്ചസാരയാണ് വേണ്ടത്. കോഫി പൗഡറിനേക്കാളും കുറച്ച് കൂടുതൽ പഞ്ചസാര ഇട്ട് കൊടുക്കണം, എന്നാൽ മാത്രമേ ഈ ഡ്രിങ്കിന് അത്യാവശ്യത്തിന് മധുരമുണ്ടാവൂ. ഇനി ഇതിലേക്ക് 2 സ്പൂൺ വെള്ളമൊഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഒരു സ്പൂണോ ഫോർക്കോ വിസ്കോ ഉപയോഗിക്കാം. അതുപോലെ മിക്സിയുടെ ജാറിലിട്ടും ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നിങ്ങൾക്ക് ഹാൻഡ് ബീറ്റർ ഉണ്ടെന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ്. നമുക്ക് പെട്ടെന്ന് തന്നെ ബീറ്റ് ചെയ്തെടുക്കാൻ പറ്റും. സ്പൂണോ വിസ്കോ ഉപയോഗിച്ച് ബീറ്റ് ചെയ്തെടുക്കുമ്പോൾ കുറച്ചധികം സമയം എടുക്കേണ്ടി വരും. ഞാനിവിടെ ഒരു സ്പൂൺ വെച്ചാണ് ബീറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കളറൊക്കെ ചേഞ്ചായി വന്നിട്ടുണ്ട്. നല്ല ക്രീമി ആയിട്ടുണ്ട്. കോഫി ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു ഗ്ലാസ്സിലേക്ക് കോൾഡ് മിൽക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് തിളപ്പിച്ചാറിയ ശേഷം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്ത പാലാണ്. 3/4 ഭാഗം ഒഴിച്ചാൽ മതി. ഇത് ഞാൻ ഒഴിച്ചപ്പോൾ കുറച്ച് കൂടിപ്പോയി. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കോഫി ക്രീം ഈ ഒരു ഗ്ലാസ് ഫുള്ളാകുന്നത് വരെ ഒഴിച്ചു കൊടുക്കാം. ഇത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാം. ഇനി നിങ്ങൾക്ക് ചോക്ലേറ്റ് സിറപ്പ് ഉണ്ടെങ്കിൽ അതും ഇതിൻ്റെ മുകളിലേക്ക് ഒഴിക്കാം. അപ്പോൾ ഇതാണ് ഡാൽഗോണ കോഫി. നല്ല ടേസ്റ്റി ആയിട്ടുള്ള അതുപോലെ റീഫ്രഷിങ് തരുന്നൊരു ഡ്രിങ്കാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടി ക്ലിക്ക് ചെയ്യുക. അതിൽ ഓൾ എന്ന ഓപ്ഷനാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരികയുള്ളൂ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരാം. അതുവരെ ബൈ.